ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമ്മളെല്ലാവരും ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നതാണ് മഹീന്ദ്രയുടെ പുതിയ XUV300 ഫേസ് ലിഫ്റ്റ് വരുന്നു. അതിൻ്റെ ഒരു ഇഷ്ടംപോലെ സ്പൈഡ് പിക്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പല സാധനങ്ങളും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ലൈറ്റ്സിൻ്റെ ഡിസൈൻ, വണ്ടിയുടെ ഡിസൈനിൽ വന്നിരിക്കുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. എന്തായാലും മഹീന്ദ്ര ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വാഹനം ഒഫീഷ്യലി ടീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിലേറ്റവും വലിയ വ്യത്യാസം പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ പേരാണ്. ഇതിൻ്റെ പേര് മാറി. ഇനി മുതൽ ഈ വാഹനത്തിൻ്റെ പേര് XUV300 എന്നായിരിക്കില്ല. അതിന് പകരം XUV3XO എന്നായിരിക്കും. ഡബിളോ പരിപാടിയൊക്കെ ഉപേക്ഷിച്ച് എക്സോ ആക്കി. മിക്കവാറും ഇനിയിപ്പോൾ അവരുടെ വരാൻ പോകുന്ന ഫ്യൂച്ചർ വണ്ടികൾ, ഈവൻ നമ്മുടെ XUV700 ഫേസ് ലിഫ്റ്റിലാണെങ്കിൽ പോലും ഈ ഒരു പുതിയ പേര് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അവരിതിൻ്റെ ഡിസൈനും ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ജസ്റ്റ് അൺവെയിൽ ചെയ്ത് TC തുടങ്ങിയിട്ടുള്ളൂ, അൺവെയിലൊന്നും ആയിട്ടില്ല. 29 ഏപ്രിൽ ഈ വർഷം തന്നെയായിരിക്കും ഈ വാഹനത്തിന് ലോഞ്ച് വരുന്നത്. ഇനി ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ അവരാകെപ്പാടെ ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ റിയർ ഡിസൈൻ മാത്രമേ ടീസ് ചെയ്തിട്ടുള്ളൂ. ഫ്രണ്ട് ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. എന്തായാലും ആദ്യം നമുക്ക് റിയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ മിക്ക വാഹനങ്ങളിലും കണക്റ്റഡ് ടെയിൽ ലാംപ്സ് തന്നെയാണ് വരുന്നത്. മഹീന്ദ്രയും ആ ഒരു ട്രെൻഡ് തന്നെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ കൂടുതലും അവരുടെ BE റേഞ്ചിലുള്ള വണ്ടികൾ, അതായത് ഒരു വർഷം മുമ്പ് മഹീന്ദ്ര അവരുടെ ഇലക്ട്രിക് വണ്ടികൾ കാണിച്ചായിരുന്നല്ലോ കോൺസെപ്റ്റ് രൂപത്തിൽ, ഏകദേശം ആ ഒരു ഡിസൈനിലേക്ക് മാറിയ പോലെയാണ് എനിക്കിതിൻ്റെ റിയർ പ്രൊഫൈൽ കണ്ടപ്പോൾ തോന്നിയത്. ഏകദേശം C ഷേപ്പിൽ നിൽക്കുന്ന ടെയിൽ ലാംപ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് അത് ഇന്റർ കണക്റ്റഡ് ആണെങ്കിലും ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. പണ്ട് നമുക്കറിയാം XUV300 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിയ സൈസുള്ള ടെയിൽ ലാംപ്സ് ഒക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ താഴത്തേക്ക് വരികയാണെങ്കിലും നമുക്ക് ആ ഒരു എലമെൻ്റൊക്കെ വളരെ സ്ലിക്കായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ടെയിൽ ലാംപ്സിൻ്റെ. ആൻഡ് ആ ഒരു താഴത്തെ ടെയിൽ എൻഡ്, ആ ഒരു ബോട്ടം പോർഷനിലേക്ക് വരുമ്പം ആ ഒരു ടെയിൽ ലൈറ്റിൻ്റെ ഇങ്ങോട്ട് നമ്മുടെ ബൂട്ടിലേക്ക് മെർജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് പേര് അവൈലബിൾ ആണ്. XUV3XO എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബമ്പറിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിയർ ഡിസൈൻ അവർ ഓൺഗോയിങ് XUV300 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതിപ്പോൾ റിയർ മാത്രമല്ല, സൈഡ് പ്രൊഫൈലും വ്യത്യാസം ഉണ്ടാവും. സൈഡ് അവർ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്കിപ്പം അലോയ് വീൽസിൻ്റെ ഡിസൈനിലൊക്കെ തീർച്ചയായും വ്യത്യാസം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ടും അവർ ഒരുപാട് ഇതിൻ്റെ സൈഡ് റീവർക്ക് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. കുറച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ബേസിക്കലി ഇതിൻ്റെ പ്രൊപ്പോർഷൻസ് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അവർ ആ ഒരു ബാക്കിൽ നിന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫീൽ കളയാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതാണ് ഈ വാഹനത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ചെറിയ പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റിയിരുന്നത്. ഇനി അടുത്തതായി ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലത്തെ ലൈറ്റ്സ്, അതാണ് അവരിപ്പോൾ ആകെ ടീസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേറെ സംഭവങ്ങളൊന്നും അവൈലബിൾ അല്ല. ഏകദേശം നമ്മൾ ഇതിനു മുമ്പ് സ്പൈഡ് പിക്സിൽ കണ്ടതുപോലത്തെ ലൈറ്റ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ടോപ്പിലായിട്ട് ഒരു LED ബൾബ് പോലെ കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ടർ ലൈറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് രണ്ടും. താഴത്തും അതുപോലെ തന്നെ ഒരു LED പ്രൊജക്ടർ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. C ഷേപ്പിൽ നിൽക്കുന്ന രീതിയിലുള്ള DRLസിൻ്റെ ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഇലക്ട്രിക് വണ്ടികളുടെ ഒരു ഡിസൈനിലേക്ക് ഈ ഒരു വാഹനം അഡാപ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ലൈറ്റ്. പണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ XUV700 ഏകദേശം ഹൊറിസോണ്ടൽ പോലെ നിന്നിരുന്ന ലൈറ്റാണ് ഉണ്ടായിരുന്നത്. ആൻഡ് അത് വളരെ വലുതായിരുന്നു. ഇതിൻ്റെ അകത്തേക്ക് വന്നപ്പോഴേക്കും അത് വെർട്ടിക്കൽ ടൈപ്പിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ സൈഡിലേക്കുള്ള എക്സ്റ്റൻഷനൊക്കെ പോയി. അതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് കാണാം ആ ഒരു ഗ്രില്ലിൻ്റെ ഏരിയ ആണ് ഇതിൻ്റെ ലൈറ്റ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ലൈറ്റ്സ് ആണെങ്കിലും ഹൊറിസോണ്ടലായെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ താഴത്തേക്കുള്ള എക്സ്റ്റൻഷനും കൂടിയിട്ടുണ്ട്. പണ്ടും ഈ വാഹനത്തിൽ നമുക്ക് DRLs താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫുൾ ലൈറ്റ് താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് നിൽക്കുന്നത്. പിന്നെ ഇത് കണ്ടിട്ട് ഫോഗ് ലാംപ്സ് ആണോ മെയിൻ ലാമ്പ് ആണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഫോഗ് ലാംപ്സ് അവർ അഡീഷണൽ വേറെ താഴെ കൊടുക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാനേ ചാൻസ് ഉള്ളൂ. എന്തായാലും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പം ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ മൊത്തമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ. ഇനിയിപ്പോൾ വരും കാലങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ ടീസറൊക്കെ മഹീന്ദ്ര എന്തായാലും പുറത്തിറക്കും. കാരണം ഏപ്രിൽ 29 വരെ അവർക്ക് സമയമുണ്ടല്ലോ. മിക്കവാറും വണ്ടി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ തന്നെ കാണിക്കും. അതുകൊണ്ട് ഇനിയും വരും കാലങ്ങളിൽ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ വീഡിയോ തീർച്ചയായും എക്സ്പെക്ട് ചെയ്യാം. അവർ ഇടയ്ക്കിടയ്ക്ക് സൈഡ് കാണിക്കും, ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട് കാണിക്കും, ഇടയ്ക്കിടയ്ക്ക് ബാക്കും ഇൻറ്റീരിയറും ഒക്കെ കാണിക്കും. എനിക്ക് ഒറ്റൊരാഗ്രഹമുള്ളൂ, ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണിക്കേണ്ടിരുന്നാൽ മതി. എനിവേ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വണ്ടിയുടെ അലോയ് വീൽസിൻ്റെ ഡിസൈനാണ്. അത് അവർ ചെറുതായിട്ട് ടീസ് ചെയ്തിട്ടുള്ളൂ, മഹീന്ദ്രയുടെ ലോഗോ ഒക്കെ വരുന്ന പോലെ. പക്ഷേ എന്തായാലും ഗ്ലോസി ബ്ലാക്ക് അലോയ് വീൽസ് ആണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എൻ്റെ അത് കുറച്ച് സിൽവർ എലമെൻസും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും പറയാം. അത്രേ ഉള്ളൂ ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സിൽ പറയാൻ പറ്റുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റീരിയർ ഒന്നും അവർ ഇതുവരെ കാണിച്ചിട്ടില്ല. വരും കാലങ്ങളിൽ കാണിക്കുമായിരിക്കും. പക്ഷേ ഇൻറ്റീരിയറിൽ ഇതുവരെ ടെസ്റ്റ് ചെയ്ത സംഭവങ്ങളിൽ നമ്മൾ കണ്ടത് വെച്ച് പറയാനാണെങ്കിൽ
നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വ്യത്യാസമുണ്ട്. ഇൻറ്റീരിയർ ഡാഷ്ബോർഡ് ഡിസൈനിലൊന്നും ഈ ടെസ്റ്റിംഗ് ഇമേജിൽ വ്യത്യാസം കാണാൻ പറ്റിയിട്ടില്ല. അത് ശരിക്കും വരുമ്പോൾ ഒരു കൊണ്ടുവരുന്നത് നല്ലതായിരുന്നു. പക്ഷേ എന്തായാലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് അഡീഷൻ തീർച്ചയായും കാണാൻ പറ്റും. ആദ്യത്തെ മെയിൻ വ്യത്യാസം വരുന്നത് ഇനി ഇൻഫോടൈം സിസ്റ്റം ആണ്. ഇപ്പോൾ 7 ഇഞ്ചസിന് ഇൻഫോടൈം സിസ്റ്റം ആണുള്ളത്. പക്ഷേ അത് ഇനിയും 10.25 ഇഞ്ചസിന് ഇൻഫോടൈം സിസ്റ്റം ആവും. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും 10.25 ഇഞ്ചസിൻ്റെ വലിയ സൈസുള്ള സംഭവമാവും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ അകത്ത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ വയർലെസ് ചാർജർ, 360 ക്യാമറ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് എക്സ്പെക്റ്റഡ് ആണ്. ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് വരും എന്ന് പറയുന്നു. അത് വരികയായിരുന്നെങ്കിൽ നല്ലൊരു അഡീഷൻ ആയേനെ. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. അതായത് ലെതർ സീറ്റ്സ്, ഇലക്ട്രിക് സൺറൂഫ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ആൻഡ് ഫ്രണ്ടിൽ LED ലൈറ്റ്സ് വരുന്നതും കൈൻഡ് ഓഫ് ഒരു പുതിയ അപ്ഗ്രേഡ് ആണ്. കാരണം ഇതിനു മുമ്പ് അതിൻ്റെ അകത്ത് പ്രൊജക്ടർ ലൈറ്റ്സ് ഉണ്ടായിരുന്നെങ്കിലും അത് LED അല്ലായിരുന്നു, ഹാലജൻ ആയിരുന്നു. പിന്നെ പണ്ട് ഇതിൻ്റെ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, AC വെൻസ് ഇല്ലാത്തായിരുന്നു. ഇപ്പോൾ എന്തായാലും ഭയങ്കര ആ ഒരു പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് പാസഞ്ചേഴ്സിനും AC വെൻസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ബാക്കിൽ ഓൾറെഡി 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളും ആംറെസ്റ്റും 3-point സീറ്റ് ബെൽറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇനിയും അവർ കണ്ടിന്യൂ ചെയ്യും. സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സും അതിന് പുറമെ ചില പാഡഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും അവർ കൊടുത്തേക്കാം. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിൽ പറയാനുള്ളത്. ഇൻറ്റീരിയർ അവർ ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഈ ടെസ്റ്റ് ചെയ്യുന്ന മോഡൽ പോലെ തന്നെ ഇൻറ്റീരിയറിൽ ഡിസൈൻ വൈസ് വ്യത്യാസം കുറവാണ്, അതോ അല്ലെങ്കിൽ അവർ ശരിക്കുള്ള വണ്ടി ഇറക്കുമ്പം എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കൊണ്ടുവരുമോ എന്നുള്ളത്. എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് 3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അത് ബേസിക് എഞ്ചിൻ, 110 PS പവറും 200 Nm ടോർക്ക് ഉണ്ട്. ഈ ബേസിക് എഞ്ചിൻ എന്ന് പറയുന്നത് അത്ര ബേസിക് അല്ല, അത്യാവശ്യം നല്ല പവറുള്ളൊരു പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. പക്ഷേ MPFI ആണ്. ഇനി നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് ടർബോ സ്പോർട്ട് എന്ന് പറഞ്ഞൊരു മോഡൽ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും ഫേസ് ലിഫ്റ്റ് വരുമ്പോഴേക്കും മെയിൻ ലൈനപ്പിൻ്റെ കൂടെ തന്നെ മെർജ് ചെയ്യാനാണ് ചാൻസ്. എന്തായാലും അത് ടർബോ ഗാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ ടെക്നോളജി ഉപയോഗിച്ച് വരുന്ന എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ 130 bhp പവറും അതുപോലെ 230 Nm ടോർക്ക് നോർമൽ മോഡലും, അതുപോലെ ഓവർ ബോസ് ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ 250 Nm വരെയുള്ള ടോർക്കും നമുക്ക് കിട്ടുന്നുണ്ട്. ആ എഞ്ചിൻ അടിപൊളി എഞ്ചിനാണ് ഈ വാഹനത്തിൻ്റെ സൈസും സെഗ്മെൻറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ അകത്ത് പണ്ടുണ്ടായിരുന്ന ആ ഒരു സെയിം 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ, വളരെ പവർഫുൾ ആൻഡ് ടോർക്കി ആയിട്ടുള്ളൊരു ഡീസൽ എഞ്ചിനാണ് നമുക്ക് ഈ സെഗ്മെൻറ്റിൽ കിട്ടാവുന്നത്. 117 PS പവർ ഉണ്ട്. അതുപോലെ 300 Nm ടോർക്കും വരുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഹയസ്റ്റ് ടോർക്ക് വരുന്നതും ഈ വാഹനത്തിൽ തന്നെയാണ്. ഈ സെഗ്മെൻറ്റ് എന്നല്ല, ഈവൻ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ സെഗ്മെൻറ്റിൽ വരുന്ന ക്രെറ്റ സെൽട്ടോസിൻ്റെ ഒക്കെ ഡീസൽ എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ അതിലും 250 Nm ടോർക്ക് തന്നെ വരുന്നുള്ളൂ. ഈവൻ നമ്മുടെ 1.5 TSI ഫോക്സ്വാഗൻ്റെ എഞ്ചിൻ, അത് സംഭവം പെട്രോളാണ് എന്നാലും ടർബോ ചാർജ്ഡ് ആണല്ലോ, അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് തന്നെ 250 Nm ടോർക്കേ ഉള്ളൂ. ഈ വണ്ടിക്ക് അപ്പോഴാണ് 300 Nm ടോർക്ക് അവർ ഡീസലിൽ കൊടുക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസം വരണമെങ്കിൽ അത് ട്രാൻസ്മിഷൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലായിരിക്കണം. കാരണം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മാനുവൽ ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അത് മാറി അവർ ടോക്ക് കൺവേർട്ടറോ അല്ലെങ്കിൽ DCTയോ അങ്ങനെ എന്തെങ്കിലും നല്ലൊരു ട്രാൻസ്മിഷൻ കൊടുക്കുകയായിരുന്നെങ്കിൽ നല്ലതായേനെ. കാരണം ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പം വളരെ കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അതിൻ്റെ അകത്ത് AMT കൊടുക്കുമ്പം ഒരിത്തിരി സ്ലോ ആവുന്ന ഒരു പ്രശ്നമാണ് ആകെ ഉള്ളത്. ഓട്ടോമാറ്റിക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക്, മാനുവൽ എടുക്കുന്നവർക്ക് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. ഡീസലിലും നമുക്ക് ഇതിൻ്റെ അകത്ത് AMT ഓട്ടോമാറ്റിക് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നത്. അത് മാറി ഡീസലിൽ ടോക്ക് കൺവേർട്ടറും പെട്രോളിൽ ടർബോ മറ്റേ TGDI വരുമ്പോഴേക്കും DCT ഒക്കെ വരികയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഫൺ വണ്ടിയായി നമുക്കിതിനെ കാണാമായിരുന്നു. ഇപ്പോഴും കാണാം കേട്ടോ, അത്യാവശ്യം നല്ല ഹാൻഡ്ലിങ്ങും അതുപോലെ നല്ല പവർഫുൾ എഞ്ചിൻസും ഒക്കെ ഉള്ളൊരു വാഹനമാണിത് ഈ സെഗ്മെൻറ്റിൽ. എനിവേ ഗൈസ്, ഇതാണ് പുതിയ മഹീന്ദ്ര XUV 3XO. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.